എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ സൗജന്യ കിറ്റ് വാങ്ങുന്ന സഞ്ചി എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ സഞ്ചി എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. ചെറുതെന്ന് പറയുമ്പോൾ ഈ ഒരു വലുപ്പമെങ്കിലും വേണം. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് വൃത്തിയാക്കി വെട്ടിയെടുക്കുക. താഴ്ഭാഗം ഇതുപോലെ ഇരുന്നാലും സാരമില്ല, കാരണം നമ്മൾ അത് കെട്ടി വയ്ക്കുന്ന ഭാഗമാണ്, അതുകൊണ്ട് അത് പ്രശ്നമല്ല. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഇറുക്കിലൊന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ചുറ്റിയെടുക്കുമ്പോൾ ആദ്യം ഇതുപോലെ ചുറ്റിയിട്ട് പിന്നെ നമുക്ക് ഈ സഞ്ചിയുടെ ഭാഗം മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കോടിച്ച് കൊടുക്കുന്ന പോലെ മടക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കോടിച്ച് കൊടുത്തിട്ട് ചുറ്റി എടുക്കുക. അപ്പോൾ ചുറ്റി എടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിന് കിട്ടും. ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ലാസ്റ്റ് ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് താഴേക്കാക്കി കൊടുക്കുക. താഴേക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു നൂല് വെച്ച് ചുറ്റിയെടുക്കാം. നൂല് വെച്ച് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ചുറ്റിയിടണം, അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല ഇറുക്കിയിൽ നിന്ന് ഊരിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇറുക്കിയൊന്ന് കെട്ടിക്കൊടുക്കുക. ഒരുപാട് നല്ലപോലെ ചുറ്റിയിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു ടേപ്പ് ചുറ്റണം. ടേപ്പിന് പകരം ഞാനിവിടെ ഗ്രീൻ കളർ കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കവറിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതിലിങ്ങനെ ഇതിൻ്റെ ഇറുക്കിലും പിന്നെ പൂവിൻ്റെ ആ ഒരു ഭാഗത്തുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 4 ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3 കാണിച്ചിട്ടുള്ളൂ. പിന്നെ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ലീഫായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ലീഫ് ഉണ്ടാക്കാം. ഞാൻ ലീഫ് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഇറുക്കിൽ, ചെറിയെന്ന് പറയുമ്പോൾ നമ്മുടെ സൈസ് കനം കുറഞ്ഞ ഇറുക്കിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ടേപ്പ് പോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ടേപ്പല്ല, നമ്മുടെ കവറൊന്ന് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് ഇടയ്ക്ക് ഒരു വെള്ള മുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ താഴേക്ക് കുറച്ച് കവർ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. വീണ്ടും ഒരു മുത്ത് ഇതുപോലെ ഇടയ്ക്കൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ 3 മുത്ത് ഒരു ഇറുക്കിലിൽ വെച്ച് ഇതുപോലെ കവറും ചുറ്റിയെടുക്കുക. അതിനിടയിൽ 2 മുത്തും വെച്ച് മുകളിൽ ഒരു മുത്ത്, അങ്ങനെ 3 മുത്ത്, മൊത്തം 3 മുത്തും വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം കാണിച്ചില്ലേ അതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ ടേപ്പൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഇതുപോലെ കവറോ അല്ലെങ്കിൽ ഈ കളർ അല്ലാതെ നമുക്ക് നല്ല ഗ്രീൻ കളറിലെ കവറൊക്കെ കിട്ടും. അങ്ങനെയുള്ള കവറായാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. പിന്നെ ഇതാണെങ്കിലും പ്രശ്നമില്ല, ഇത് നല്ല ഗ്രീൻ വേറൊരു കളറാണ്. ഇപ്പോൾ ഇതുപോലെ ഞാനിതെല്ലാം എടുത്തിട്ടുണ്ട്. 4 ഫ്ലവർ പിന്നീട് ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കി. 4 ഫ്ലവർ. പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത് ഇതുപോലെ വലിയൊരു ഇറുക്കിലെടുക്കുക. എന്നിട്ട് ഈ വലിയ ഇറുക്കിലേക്ക് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗ്രീൻ കളർ കവറിൽ നിന്നും കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അത് നല്ല ഷേപ്പിനൊന്നും വേണമെന്നില്ല, ഇതുപോലെ ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആ ഇറുക്കിലൊന്ന് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക, ഫുള്ളൊന്ന് ചുറ്റിയെടുക്കുക. ആദ്യം ഈ ഇറുക്കിൽ ഫുൾ പച്ച കളർ ഇങ്ങനെ ചുറ്റിയെടുത്ത ശേഷം വേണം നമുക്ക് ആ ഫ്ലവറുകൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ അതെല്ലാം നമുക്കിതിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് വീണ്ടും ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇറുക്കിലിയിൽ. അപ്പോൾ ഇറുക്കിലി നന്നായിട്ട് ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഇറുക്കിലിയാണെന്ന് ആർക്കും തോന്നില്ല. പിന്നെ നൂൽക്കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും നന്നായിരിക്കും, അതാകുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ ഇതുപോലെ എടുത്താൽ ഇനി നമുക്ക് ഓരോ ഫ്ലവർ ഇതിലേക്ക് വെച്ചിട്ട് ഈ ഗ്രീൻ കളറിലെ കവർ വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചുറ്റി കൊടുക്കുക. നമുക്ക് ആദ്യം ഫെവിക്കോൾ വെച്ചിട്ട് കവറിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെച്ച് ചുറ്റി കൊടുക്കണം. അപ്പോഴേക്കും കവർ അങ്ങനെ ഇളകി പോകാതെ ഇരിക്കും. ഫെവിക്കോൾ ഇരിക്കും, കവർ ഒട്ടിക്കാനായിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാൽ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫ്ലവറിൻ്റെ താഴെയായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ മുത്ത് വെച്ചിട്ട് അത് ഒരെണ്ണം വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഫ്ലവർ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആ മുത്തിൻ്റെ അതൊന്ന് വയ്ക്കുക. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിതുപോലെ ഓർഡറിന് കണക്കാക്കി ഒന്ന് കുറച്ച് താഴത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഫുൾ ഞാനൊരു 4 ഫ്ലവർ ഉണ്ടാക്കി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഏതെങ്കിലും ഒരു ഫ്ലവർ വൈസോലേക്ക് ഉണ്ടാക്കി അതിലേക്ക് വെക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാം. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഉണ്ടായിരിക്കും ഇങ്ങനത്തെ സഞ്ചി. പിന്നെ ഈ സഞ്ചി എന്ന് വേണമെന്നില്ല, നമുക്ക് സാധാ പ്ലാസ്റ്റിക് കവറിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, തുണിയിലും കവറിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അതിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് എല്ലാവർക്കും ഇപ്പോൾ എളുപ്പത്തിൽ കിട്ടുന്നൊരു സാധനമായതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്ര നേരം കണ്ടതിന്